ഒന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. ഇരവികുളം പാർക്കിനെ 1975 ദേശീയ ഉദ്യാനമായി ഉയർത്തി. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാടാണ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, 2, 3, 4 എന്നിവ, ബി 1, 2, 3 എന്നിവ, സി 1, 2, 4 എന്നിവ, ഡി 1, 4 എന്നിവ. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, 1, 2, 4. ഒന്ന് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. പിന്നെയോ കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം. നാലാമത്തെ, ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്നത് ആരെയാണ്? മൃഗം വരയാടാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 16, ബി 17, സി 18, ഡി 19. ആൻസർ സി ആണ്, 18. അടുത്ത ക്വസ്റ്റ്യൻ, ലോക എയ്ഡ്സ് ദിനം. ഓപ്ഷൻ എ ഡിസംബർ 1, ബി ഓഗസ്റ്റ് 9, സി സെപ്റ്റംബർ 8, ഡി നവംബർ 14. ആൻസർ എ ഡിസംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചെന്നൈ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത. ആൻസർ ബി മുംബൈ. അടുത്ത ക്വസ്റ്റ്യൻ, യുഎൻഒയിൽ എത്ര ഔദ്യോഗിക ഭാഷകൾ ഉണ്ട്? ഓപ്ഷൻ എ 4, ബി 9, സി 10, ഡി 6. ആൻസർ ഡി 6. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഉപകരണമല്ലാത്തത് ഏത്? കീബോർഡ്, സ്കാനർ, പ്രിന്റർ, പ്രൊജക്ടർ. ഇൻപുട്ട് ഉപകരണമല്ലാത്തത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1, 2 എന്നിവ, ബി 3, 4 എന്നിവ, സി 1, 3 എന്നിവ, ഡി 3 മാത്രം. ആൻസർ ബി ആണ്, 3, 4 എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഒളിമ്പിക് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ രവികുമാർ ദഹിയ, ബി അഭിനവ് ബിന്ദ്ര, സി ബജ്രംഗ് പൂനിയ, ഡി നീരജ് ചോപ്ര. ആൻസർ ഡി നീരജ് ചോപ്ര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ കർണാടക, ബി ഗോവ, സി ഛത്തീസ്ഗഡ്, ഡി ആന്ധ്രാപ്രദേശ്. ആൻസർ ഡി ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ എ രോഹിണി, ബി ആര്യഭട്ട, സി ഭാസ്കര, ഡി ആപ്പിൾ. ആൻസർ ബി ആര്യഭട്ട. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? ഓപ്ഷൻ എ 1928, ബി 1930, സി 1931, ഡി 1932. ആൻസർ സി 1931. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ഷാജഹാൻ, ബി അക്ബർ, സി ഹുമയൂൺ, ഡി ബാബർ. ആൻസർ ഡി ബാബർ. തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. 3, കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ 1, 3, ബി 1, 2, 3, സി 2, 3, ഡി 1, 2 എന്നിവ. ഏതായിരിക്കും ശരിയായ പ്രസ്താവന? ആൻസർ ഡി ആണ്, 1, 2. 1 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗരീബി ഹഠാവോ എന്ന് ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ 7ാം പദ്ധതി, ബി 8ാം പദ്ധതി, സി 5ാം പദ്ധതി, ഡി 2ാം പദ്ധതി. ആൻസർ സി 5ാം പദ്ധതി.
അടുത്ത ക്വസ്റ്റ്യൻ, ലോക ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ നവംബർ 10, ബി ഡിസംബർ 10, സി ജൂൺ 6, ഡി ഏപ്രിൽ 22. ആൻസർ എ നവംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ, ബലത്തിന്റെ SI യൂണിറ്റ് ആണ് ഡാഷ്? ഓപ്ഷൻ എ ജൂൾ, ന്യൂട്ടൺ, ഡൈൻ, കെൽവിൻ. ആൻസർ ബി ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഡാഷ്? ഓപ്ഷൻ എ പിണ്ഡം, സാന്ദ്രത, ഭാരം, ഘർഷണം. ആൻസർ സി ഭാരം. അടുത്ത ക്വസ്റ്റ്യൻ, മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപം പ്രസരണം ചെയ്യപ്പെടുന്നതാണ് ഡാഷ്? ഓപ്ഷൻ എ വികിരണം, ബി സംവഹനം, സി പ്രവഹനം, ഡി ചാലനം. ആൻസർ എ വികിരണം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. കത്രിക, പാക്കുവെട്ടി, വീൽ ചെയർ, ചവണ, സീസോ. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ 1, 2, 3 എന്നിവ, ബി 2, 3, 4 എന്നിവ, സി 2, 3 എന്നിവ, ഡി 3, 5 എന്നിവ. ആൻസർ സി ആണ് 2, 3. അതായത് പാക്കുവെട്ടി, വീൽ ചെയർ ആണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, ബെൻസീനിന്റെ രാസസൂത്രമാണ് ഡാഷ്? ഓപ്ഷൻ എ C2H6, ബി C6H6, സി C3H6, ഡി C3H2. ആൻസർ ബി ആണ് C6H6. പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുമ്പോൾ ഏറ്റവും അധികം വ്യതിചലിക്കുന്ന നിറം ഏത്? നീല, ഇൻഡിഗോ, പച്ച, വയലറ്റ്. ആൻസർ ഡി വയലറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ഉയരം കൂടുന്നതനുസരിച്ച് വായുവിന്റെ സാന്ദ്രത കൂടുന്നു. ഓപ്ഷൻസ് 1, 2, 3 എന്നിവ, ബി 1, 2 എന്നിവ, സി 2, 3 എന്നിവ, ഡി 1 മാത്രം. ആൻസർ ബി ആണ് 1, 2 എന്നിവ. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ പിണ്ഡമാണ് സാന്ദ്രത. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരറ്റം കത്തിച്ച ബാണം എതിർദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്ന ചലന നിയമം ഏത്? ഓപ്ഷൻ എ ന്യൂട്ടന്റെ 1-ാം ചലന നിയമം, ന്യൂട്ടന്റെ 2-ാം ചലന നിയമം, ന്യൂട്ടന്റെ 3-ാം ചലന നിയമം. ഇതൊന്നുമല്ല. ആൻസർ സി ആണ് ന്യൂട്ടന്റെ 3-ാം ചലന നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയാണ് ഡാഷ്? മക്മോഹൻ രേഖ, ഡ്യൂറന്റ് രേഖ, റാഡ്ക്ലിഫ് രേഖ, ഗ്രീനിഷ് രേഖ. ആൻസർ സി ആണ് റാഡ്ക്ലിഫ് രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ആൻസർ സി ആണ് സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റ പദം എഴുതുക. പുത്രന്റെ പുത്രി, പേരക്കുട്ടി, പൗത്രി, ദൗഹിത്രി, സ്നുഷ. ആൻസർ ബി ആണ് പൗത്രി. അടുത്ത ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. പനസം. ഓപ്ഷൻ എ പഞ്ചസാര, പാമ്പ്, ചക്ക, താമര. ആൻസർ സി ആണ് ചക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ധനത്തിൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ധന പ്ലസ് തിൽ, ധനം പ്ലസ് തിൽ, ധനത്ത് പ്ലസ് ഇൽ, ധനം പ്ലസ് ഇൽ. ആൻസർ ഡി ആണ് ധനം പ്ലസ് ഇൽ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൂലി കൊടുക്കുക, തുടങ്ങുക, അവസാനിപ്പിക്കുക, പണത്തിന് പാടാം. ആൻസർ സി അവസാനിപ്പിക്കുക. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിന്റെ അതായത് LPGയിലെ മുഖ്യ ഘടകം ഏത്? പ്രൊപ്പൈൻ, പെന്റൈൻ, ഹെക്സൈൻ, ബ്യൂട്ടൈൻ. ആൻസർ ബ്യൂട്ടൈൻ.
അടുത്ത ക്വസ്റ്റ്യൻ, കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹ മൂലകം ഏത്? ഓപ്ഷൻസ്: സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം. ആൻസർ എ, സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. ആൻസർ സി, ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആസിഡുകളുടെ പൊതുഘടകം ഏത്? നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സൾഫർ. ആൻസർ ബി, ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ആര്? റോബർട്ട് ബോയിൽ, ലാവോസിയ, പ്രഫുല്ല ചന്ദ്ര റേ, ജോൺ ഡാൾട്ടൺ. ആൻസർ ലാവോസിയ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്രാ സൂത്രം. ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. ബി 1, 2 എന്നിവ, സി 1, 2, 4 എന്നിവ, ഡി 2, 3, 4 എന്നിവ. ആൻസർ സി ആണ്, 1, 2, 4 എന്നിവ. 1 ഏതാണ്? ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് ഏത്? തന്മാത്ര. പിന്നെ സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയിലെ ആറ്റങ്ങളുടെ ശരിയായ എണ്ണം സൂചിപ്പിക്കുന്ന ഫോർമുലയാണ് തന്മാത്ര സൂത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ആറ്റം ജോൺ ഡാൾട്ടൺ, ഇലക്ട്രോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ ജെ തോംസൺ. ഏതായിരിക്കും തെറ്റായ ജോഡി എന്ന് പറയുന്നത്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അത് ശരിയാണ്. പിന്നെയോ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? റൂദർഫോർഡ് ആണോ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് അല്ല. ആരായിരിക്കും ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്? ആരാണ്? ജെ തോംസൺ ആണ് അല്ലെ? ജോസഫ് ജോൺ തോംസൺ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് തന്നെയാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണോ? അല്ല. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായിട്ട് കൊടുത്തിരുന്നത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡും ആണ്. ആറ്റം ജോൺ ഡാൾട്ടൺ ആണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഭൗതിക മാറ്റമാണ്, താപനിലയിലെ മാറ്റം മാത്രമാണ്, രാസമാറ്റമാണ്, അറ്റോമിക ഘടനയിലെ മാറ്റമാണ്. ആൻസർ ഏതായിരിക്കും? ആൻസർ സി ആണ്, രാസമാറ്റമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ മുഴകളിൽ കാണുന്ന ബാക്ടീരിയയാണ് ഡാഷ്. അസറ്റോബാക്ടർ, ഈക്കോളി, റൈസോബിയം, പെനിൻസിലിയം. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, റൈസോബിയം. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. ജീവദ്രവ്യം ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന്? ഓപ്ഷൻസ് 1, 3 എന്നിവ, 1, 2 എന്നിവ, 2, 3 എന്നിവ, 1, 2, 3 എന്നിവ. ഏതായിരിക്കും ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. അതായത് തന്നിരിക്കുന്ന പ്രസ്താവന എല്ലാം തന്നെ ശരിയാണ്. മൂലലോമങ്ങളിലെ കോശസ്തരം ഡാഷ് ആണ്. അതാര്യമാണ്, താര്യമാണ്, സുതാര്യമാണ്, അർദ്ധതാര്യമാണ്.
ആൻസർ ഡി ആണ്, അർത്ഥതാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് ഡാഷ്. ലിപ്പേസ്, അമിലേസ്, പെപ്സിൻ, സുക്രോസ്. ആൻസർ സി, പെപ്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, കോശത്തിലെ ഊർജത്തിന്റെ ഉൽപാദന സംഭരണ വിതരണ കേന്ദ്രമാണ് ഡാഷ്. ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, കോശസ്തരം. ആൻസർ ഡി, മൈറ്റോകോൺട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, പാല് തൈരാകാൻ കാരണം ഏതിന്റെ പ്രവർത്തനമാണ്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഈസ്റ്റ്, വൈറസ്, ഫംഗസ്. ആൻസർ എ ആണ്, ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ കാലിലെ ഒരു അസ്ഥിയാണ് ഡാഷ്. റേഡിയസ്, ടിബിയ, അൾന, സ്റ്റേർണം. ആൻസർ ബി ആണ്, ടിബിയ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ക്രോമസോം സംഖ്യ 44, 45, 46, 47. ആൻസർ സി ആണ്, 46. അടുത്ത ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാതെയാകുന്ന രോഗമേത്? ഓപ്ഷൻ എ ഹീമോഫീലിയ, അനീമിയ, ടൈഫോയിഡ്, ആർത്രൈറ്റിസ്. ആൻസർ എ ആണ്, ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, മുകുളനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ജീവിയാണ് ഡാഷ്. മണ്ണിര, പ്ലനേറിയ, നാടവിര, ഹൈഡ്ര. ആൻസർ ഡി, ഹൈഡ്ര. അടുത്ത ക്വസ്റ്റ്യൻ, വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നത്? ഇൻഫ്രാസോണിക് ശബ്ദങ്ങള്, സൂപ്പർസോണിക് ശബ്ദങ്ങള്, അൾട്രാസോണിക് ശബ്ദങ്ങള്, ഇതൊന്നുമല്ല. ആൻസർ സി ആണ്, അൾട്രാസോണിക് ശബ്ദങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാനുള്ള SI യൂണിറ്റുകളാണ് ജൂൾ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഓപ്ഷൻസ് 1, 2 എന്നിവ, 1, 2, 4 എന്നിവ, 3, 4 എന്നിവ, 1, 2, 3, 4 എന്നിവ. ആൻസർ ഏതായിരിക്കും? ആൻസർ ഡി ആണ്, 1, 2, 3, 4. അതായത് തന്നിരിക്കുന്നത് എല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ്. സെറ്റ് വൺസ് ഹേർട്ട് ഓൺ എന്നതിന്റെ ഉചിതമായ മലയാള രൂപമേത്? ഓപ്ഷൻ എ അതിതീവ്രമായ മോഹമുണ്ടാക്കുക, ബി ഹൃദയങ്ങൾ തമ്മിൽ ചേരുക, സി തീവ്ര അനുരാഗിയാകുക, ഡി ഹൃദയങ്ങൾ ഒന്നാകുക. ആൻസർ എ അതിതീവ്രമായ മോഹമുണ്ടാകുക. അടുത്ത ക്വസ്റ്റ്യൻ, ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗം എഴുതുക. ഓപ്ഷൻ എ ലേഖകി, ലേഖിക, ലേഖികി, ലേഖനി. ആൻസർ ബി ലേഖിക. അടുത്ത ക്വസ്റ്റ്യൻ, പര്യായ പദമല്ലാത്തത് ഏത്? നിലാവ്. ഓപ്ഷൻസ് ചന്ദ്രിക, ജ്യോത്സ്ന, കൗമുദി, വിഹഗം. ആൻസർ ഡി ആണ്, വിഹഗം. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദമേത്? ആൻസർ ബി ആണ്, അമാത്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉറൂബ് എന്നത് ആരുടെ തൂലികാ നാമമാണ്? ഓപ്ഷൻസ് കെ ശ്രീകുമാർ, വി അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ, P കുഞ്ഞനന്ദൻ നായർ. ആൻസർ സി PC കുട്ടിക്കൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, fill up using the opposite of the word italicized. He was by the lower court but acquitted by the high court. Options condemned, defended, C protected, D gained. ഏതായിരിക്കും acquitted ഓപ്പോസിറ്റ്? ആൻസർ എ ആണ്, condemned. അടുത്ത ക്വസ്റ്റ്യൻ, fill up the blank using suitable phrasal verb. The meeting has been dash again. Options set off, turn down, put off.
ആൻസർ ഡി ആണ് പുട്ട് ഓഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദേ ഡാഷ് ബ്രാക്കറ്റിൽ ഗോ ഹോം ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് their വർക്ക്. ഓപ്ഷൻസ് went, were going, are going, had gone. ആൻസർ എ went. അടുത്ത ക്വസ്റ്റ്യൻ, if she had taken a taxi they dash the situation in time. ഓപ്ഷൻസ് had reached, would reach, would have been reached, would have reached. ആൻസർ ഡി would have reached. അടുത്ത ക്വസ്റ്റ്യൻ, യു ഡാഷ് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഓപ്ഷൻസ് have better, have been better, had better, had been better. ആൻസർ സി had better. അടുത്ത ക്വസ്റ്റ്യൻ, if I were a bird dash. ഓപ്ഷൻസ് I would have flown away, I would fly away, I will fly away, I will have flown away. ആൻസർ ബി I would fly away. അടുത്ത ക്വസ്റ്റ്യൻ, he congratulated me dash my success. ഓപ്ഷൻസ് for, to, on, off. ആൻസർ സി ആണ് on. അടുത്ത ക്വസ്റ്റ്യൻ, he has been ill dash 3 days. ഓപ്ഷൻസ് since, about, on, for. ആൻസർ ഡി ആണ് for. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ആം വെരി ലേറ്റ് ഡാഷ്. ഓപ്ഷൻസ് amn't I, aren't I, am I, are I. ആൻസർ എ am not I, amn't I. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സിനോണിമം ഓഫ് സിനോപ്സിസ്. ഓപ്ഷൻസ് എ മ്യൂണിഫിസെന്റ്, സൂപ്പർബ്, പ്രിസൈസ്, ഔട്ട്ഡു. ആൻസർ സി പ്രിസൈസ്.